ഞാൻ വലിയ സുന്ദരനാന്നല്ല ഇതിൽ പറയണത്. കാരണം ഒരു കുളിക്കാൻ പോയിട്ട് നമുക്കൊന്ന് മുഖം കഴുകാൻ പോലും ഇവിടെ തുള്ളി വെള്ളമില്ല. ഇതാണ് അവസ്ഥ സുഹൃത്തുക്കളെ. എൻ്റെ മുഖഭാവം കണ്ടില്ല നിങ്ങൾ. അതായത് ഞാൻ വലിയ സുന്ദരനാന്നല്ല ഇതിൽ പറയണത്. കാരണം ഒരു കുളിക്കാൻ പോയിട്ട് നമുക്കൊന്ന് മുഖം കഴുകാൻ പോലും ഇവിടെ തുള്ളി വെള്ളമില്ല. ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ. കിണറ്റിലുണ്ട്, സംഭവം ശരിയാണ്. കിണറ്റിലിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സൗകര്യം ഉള്ള കാലത്ത് നമ്മളിപ്പോൾ കിണറ്റിൽ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ കാരണം ഇന്നലെ 2 മണി മുതൽ, ഇന്നലെ രാവിലെ 2 മണിയല്ല 1 മണി മുതൽ ഇപ്പോൾ ഇന്ന് 4 മണിയായി ഇപ്പോഴാണ് ഈ വീഡിയോ ചെയ്യുക. ഇതുവരെ ഇവിടെ KCBക്കാർ എത്തിയിട്ടില്ല. വൈകുന്നേരം ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വൈകുന്നേരം പോലും അതേമാതിരി മനുഷ്യന്മാരല്ലേ, അവിടെ എവിടെയും പണി ഉണ്ടാകുമ്പോൾ സംഭവം ബുദ്ധിമുട്ടുണ്ടാകും. സംഭവം ശരിയാണ്. അവരും നമ്മളെ തന്നെയല്ലേ. അവർ വെയിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ 4 മണിക്ക് വിളിച്ചു. അതിലവർ 4 മണിക്ക് വിളിച്ചേക്ക് അവർ ഫോൺ എടുത്തില്ല. വേണ്ട വൈകുന്നേരം പിന്നെ വിളിച്ചു. വൈകുന്നേരം വിളിച്ചിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും പോട്ടെ 9 മണിക്ക് ഇട്ടു, 8 മണിക്കൊന്ന് വിളിച്ചു. 8 മണിക്ക് വിളിച്ചേക്ക് അവർ നമ്പർ പോലും വാങ്ങാൻ നമ്മളേക്കുന്ന്, അതായത് നമ്മുടെ കൺസ്യൂമർ നമ്പറോ ആ നമ്പറൊക്കെ വാങ്ങാൻ വേണ്ടി അത് പോലും ചോദിച്ചപ്പോൾ അവർ കട്ടായി. പിന്നെ രണ്ടാമത് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അവർ ഇത് അതിൽ കൺസ്യൂമർ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി. ഇന്ന് ഇത്രയും നേരം 2 മണിയായിപ്പോൾ, അല്ല 4 മണിയായിപ്പോൾ, ഇത്രയും നേരം അവരെത്തിയിട്ടില്ല. ഒരു വീട്ടിലെ അവസ്ഥ ഇപ്പോൾ ഞാൻ കാണിച്ചത്. തുള്ളി വെള്ളം ഇന്നലെ 2 മണി മുതൽ ഇന്ന് ഇവിടെ വെള്ളമല്ല. നമ്മളിപ്പോൾ കറണ്ട് പോകുമ്പോൾ കുറച്ചിനെ വരവുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ ഓൾറെഡി എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇനി നമ്മൾ ഇതാപ്പം പറയണത്, ഇനി നമ്മൾ ആരോടാണിത്, അതായത് എൻ്റെ ഒരു അറിവില്ലായ്മ കൂട്ടിക്കോളി നിങ്ങൾ. അതായത് ഞാൻ എല്ലാവരും ചോദിക്കുകയാണ്, ആരോടാണ് നമ്മളിത് ചോദിക്കുക? ഇത് ആരോട് ഇവരിങ്ങനെ ചെയ്താൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരോടുള്ള ബഹുമാനത്തോടെ തന്നെ പറയുന്നത്, അവർ വന്ന് ചെയ്ത് തന്നിട്ടില്ല, ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. ഇത് ഞാനിനി എവിടെ പറയും, ആരോട് പറയും? അങ്ങനെ ഒരു പണിക്കാരുടെ പ്രശ്നം അവിടെ ഉണ്ട്. പുലാമന്തോൾ KCB ആണിപ്പോൾ ഇത് ചെമ്മലശ്ശേരിയാണ്. അപ്പോൾ പുലാമന്തോൾ KCBയിൽ ഇങ്ങനത്തെ ഒരു പണിക്കാരെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അറിയുന്ന ഉദ്യോഗസ്ഥർ ഇതെന്തായാലും ഞങ്ങളോട് നമ്മുടെ താഴ്മയോടെ അപേക്ഷയോടെ പറയണം. അല്ലാതെ ഞാനിതൊരു ശത്രുവശത്ത് വെച്ചിട്ടോ നിങ്ങളോട് ഒരു വേറെ വൈരാഗ്യം വെച്ചിട്ടല്ല. നമ്മളെ അവസ്ഥ ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു സാധാരണക്കാരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്കത് ആരോട് പറയണം, ആർക്ക് ഇത് വിളിച്ചത് പരാതിപ്പെടണം എന്നുള്ളത് അറിയാതെ എൻ്റെ മാതിരി ഒരുപാട് ആളുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ എനിക്കിതൊന്നും പറഞ്ഞത് വലിയ സംഭവമായിട്ടല്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടല്ല. എൻ്റെ ഒരു അനുഭവം പറയണം. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് ആരോട് പറയണം, ആർക്കിത് പരാതി കൊടുക്കണം. ഇതിപ്പോൾ ഇവരെ വാക്കുകൾ ഇങ്ങനെ, പക്ഷേ അവർക്കും അവരുടേതായുള്ള മാനദണ്ഡങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ അത് എന്താ വെച്ചാൽ അവർ നമ്മളിവിടെ പരിഗണിക്കേണ്ടായിരുന്നു. ഇത്രയും ടൈം, ഈ 24 മണിക്കൂറിന് ശേഷം നമ്മൾ പരിഗണിക്കാത്തത് കാരണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം. പഴയ കാലത്ത് ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ, അതായത് തുള്ളി വെള്ളം എന്നാൽ ഒരു കിണ്ടി വെള്ളം കൊണ്ട് പച്ചക്ക് പറഞ്ഞാൽ ചന്തി കഴുകലും, പല്ല് തേക്കലും, കുളിക്കലും, കുലുക്കുഞ്ഞാലും, പിന്നെ മുഖം കഴുകാലും, പിന്നെയും ബാക്കി കരയിൽ ആ കാലം കഴിഞ്ഞു പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്നിട്ടും അതിൽ പിന്നെ ബാക്കി ഉണ്ടാവും ഒരു കിണ്ടി വെള്ളം കൊണ്ട്. ഇന്നിപ്പോൾ ആ ഒരു കിണ്ടി വെള്ളം മതി അതുകൊണ്ട് ആവുമോ? ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടാവുമോ? 4 ബക്കറ്റ് വെള്ളം കൊണ്ടാവുമോ? അപ്പോൾ നമ്മളെന്താ വെള്ളം അധികം പാരാക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇവരിങ്ങനെ ചെയ്താൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്.